ദാ പിടിച്ചോ. എന്താ ഇത്? ഇതാ എന്റെ കണ്ടീഷൻസ്. വായിച്ചു നോക്ക്. ഉറക്കം വായിക്ക്. എല്ലാരും കേക്കട്ടെ. എന്നെ ഇനി തല്ലരുത്. തല്ലിയ ഞാനും തിരിച്ചു തരും. അത് ന്യായം. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ലൊക്കേഷനിൽ വരാൻ സമ്മതിക്കണം. അതും ന്യായം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ പരിശോധിക്കും. എത്രയും എന്താ നിർത്തിക്കളഞ്ഞേ? ഇനിയുണ്ടല്ലോ. ഉറക്കം വായിക്ക്. എത്രയും പെട്ടെന്ന് എന്നെ ഗർഭിണിയാക്കണം. ഒരു കൊച്ചുണ്ടായാലേ ആണുങ്ങൾ മര്യാദക്കാരാവും. ഇതൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ വരാം. എന്താ? സമ്മതിച്ചു. പുഷ്പവല്ലി പോയിട്ട് റെഡി ആയിട്ട് വാ. ഞാൻ ചായ എടുക്കട്ടെ. അവള് പറയുന്നതനുസരിച്ച് കേട്ടാ അളിയന് നല്ലതേ വരും. ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, അമ്മാവനൊന്നും അങ്ങോട്ട് തിരിയും. എണീറ്റ് പോയിക്കൂട പന്നിക്കുണ്ടായ പോത്തിന്റെ മക്കളെ. അത് ന്യായം. സുരേഷ് ലേറ്റ് ആയോ? ഞാൻ പറഞ്ഞതും കേട്ടായിരുന്നോ? അത് ന്യായം. ഏട്ടന് 10 ദിവസത്തെ ലീവേ ഉള്ളൂ. അതിൽ 8 ദിവസം ടൂറാ. വരട്ടെ. മോളോട് പ്രോമിസ് ചെയ്തിരുന്ന ഇത്തവണ ടൂറ് കൊണ്ടുപോകാൻ. വനജയാ കോളടിച്ചത്. വല്ലപ്പോഴല്ലേ ഉള്ളൂ മുത്തശ്ശി. അപ്പൊ മനസ്സറിഞ്ഞ് സന്തോഷിക്കന്നെ. ചെല്ലട്ടെ. വലുതുകാലം വെച്ച് ഒന്നുകൂടി കേറിക്കും. ആ പുഷ്പവല്ലി. ആഹാ, എന്റെ പൊന്നു വനജേച്ചി, ഇന്നാളത്തെ പോലെ ഓരോന്ന് പറഞ്ഞു തന്ന് എന്നെ എന്റെ ഈ പാവപ്പെട്ട കുടുംബത്തെ തമ്മിൽ തെറ്റിക്കല്ലേ. ഞാനും എന്റെ ജയേട്ടനും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. മുത്തശ്ശി, അമ്മേ അച്ഛ ക്ഷീണിച്ചല്ലോ. ജയേട്ടൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം എനിക്കറിയാം. വനജ പോയിക്കോളൂ. ആരും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ. അങ്ങനെ പുഷ്പവല്ലി റീലോഡഡ്. എന്റെ ഭാര്യ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. നീ ന്യൂസ് എഴുതിച്ച പത്രക്കാരിയോട് ചെന്ന് പറഞ്ഞേക്ക്. ഇനി ഒളിഞ്ഞു നോക്കാൻ അങ്ങോട്ടൊക്കെ വരാനുള്ളതല്ലേ. നിന്നെ ഞാൻ വെല്ലുവിളിച്ചതേ സീരിയല് ചെയ്ത് മത്സരിക്കാൻ വേണ്ടിട്ടാ, അല്ലാതെ എന്റെ അടുക്കളവാതിലേക്ക് എത്തി നോക്കാൻ വേണ്ടിട്ടല്ല. അളിയാടേ, നിനക്കിപ്പോഴും മനസ്സിലാവാത്തത് ശത്രുവിനോട് മത്സരിക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: തോൽപ്പിക്കുക, അവനെ മുച്ചൂടും മുടിക്കുക. അതിനുവേണ്ടി എന്ത് പരനാറിക്കളിയും ഞാൻ കളിക്കും. ഒപ്പ എത്തൂല ജയദേവൻ ചുങ്കത്തറ. വീഴും, വീഴ്ത്തിയിരിക്കും ഞാൻ. ശരിയാക്കി തരാം. രുക്മിണിയമ്മ വീണ്ടും കണ്ണുരുട്ടി. ഹലോ ഹലോ ഹലോ, ചുങ്കൻ സാറാണോ? ചുങ്കൻ ജയദേവൻ സാറാണോ? അതെ, ആരാ? എന്റെ പേര് ഗീതാഞ്ജലി എന്നാണ് കേട്ടോ. അതിന് സ്നേഹമുള്ളവരെന്നെ ഗീതൂന്ന് വിളിക്കും. പിന്നെ എനിക്ക് 18 വയസ്സായി കേട്ടോ. ഇതറിയിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അയ്യോ, ഭയങ്കര തമാശക്കാരൻ തന്നെ. എങ്ങനെ സാറിന് ഇങ്ങനെ പെട്ടെന്ന് തമാശ പറയാൻ പറ്റണ നോട്ടി? ഹലോ, നിങ്ങൾ വിളിച്ച കാര്യം എന്താന്ന് വെച്ചാ പറയൂ. എനിക്ക് സാറിന്റെ സീരിയൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എവിടെ വന്നാ ഒന്ന് കാണാൻ പറ്റും? ചാൻസിനാണെങ്കിൽ എക്സിക്യൂട്ടീവിനെ വിളിച്ചാൽ മതി. ഓ നോ, എനിക്ക് സാറിനെ ഒന്ന് കണ്ടേ പറ്റൂ. ഞാൻ എവിടെ
വേണമെങ്കിലും വരാം. പിന്നെ ഞാൻ തനിച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. പ്രോമിസ്. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? മേലാൽ എന്നെ വിളിച്ചു പോരുത്. അതെന്തിനാ മോളെ നീ പേര് മാറ്റി അവനെ വിളിച്ചത്? തനി സ്വഭാവം അറിയാനാ. ആണുങ്ങളുടെ മനസ്സിൽ പറയണെങ്കിലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യണം. അമ്മ വേണമെങ്കിൽ അച്ഛനെ ഒന്ന് നമ്പർ മാറ്റി വിളിച്ചു നോക്ക്. അല്ലെങ്കിലും വയസ്സായവർക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ അമ്മേ. ഹലോ ഹലോ. കേണൽ സാറാണോ? അതെ, നിങ്ങളാരാ? എന്റെ പേര് കമല എന്നാട്ടോ. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാ ഈ നമ്പർ കിട്ടിയത്. എന്താ കാര്യം? ഈ ശബ്ദം ഒന്ന് കേൾക്കാനാട്ടോ. ഏ? പണ്ട് പട്ടാളത്തിന്ന് വരുമ്പോ പുല്ലൂരാങ്കൊന്ന് കേറിയല്ലേ വരിക. ഞാൻ എത്ര ദിവസം സാറിനെ കാണാൻ വേണ്ടി മാത്രം അവിടെ കാത്തു നിന്നിട്ടുണ്ടെന്ന് അറിയോ? എന്തിന്? കാണാൻ. ആ തലയുയർത്തിപ്പിടിച്ചുള്ള നടത്തോ മുഖത്തെ തന്റെടോ ഒക്കെ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കേട്ടോ. അല്ല, കമല ഇപ്പൊ എവിടെയാ? ഭർത്താവ് കുട്ടികളൊക്കെ? ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ദൈവം നടത്തി തരില്ലല്ലോ. അതെ, സാറിന്റെ വിവാഹം കഴിഞ്ഞോ? ആ, അങ്ങനെ ഒരു പറ്റി. അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുക ഭേദം. അതെന്താ സർ? അതെ, നമ്മൾ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോ പറയാം. ഈശ്വര, നേരിട്ട് കാണാമെന്നോ? സത്യമാണോ? ആ, എന്നെ ഒരുപാട് നാള് കാത്തിരുന്നയാണല്ലേ. എന്നാ ഏട്ടന് ആയിരങ്കണ്ണി അമ്പലത്തിൽ വരുവോ? ഞാൻ എന്നും രാവിലെ അവിടെ വരാറുണ്ട്. പിന്നെ വരാം, നാളെ രാവിലെ തന്നെ വരാം. താങ്ക് യു ഏട്ടാ. അല്ല, ഞാനിതിപ്പോ എങ്ങനെയാ കമലെ തിരിച്ചറിയ? ഞാനേ ഒരു പച്ച സാരിയും പച്ച ബ്ലൗസും കൊടുക്ക ഏട്ടാ. ഏട്ടൻ വരാതിരിക്കോ? വരും, വന്നിരിക്കും. എന്നാ വെക്കട്ടെ ഏട്ടാ. ഓക്കേ കമല.